Hello friends, welcome to my channel Sargam EduTech. Please like, comment and share. Subscribe our channel കൂടാതെ ബെൽ ഐക്കൺ enable ചെയ്യുക. 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 2025 ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം. ഉത്തരം നിലമ്പൂർ. അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഉത്തരം ശശി തരൂർ. 21-ാം നൂറ്റാണ്ടിന്റെ പദാർത്ഥം എന്നറിയപ്പെടുന്നത്. ഉത്തരം മെറ്റൽ ഓർഗാനിക് ഫ്രെയിം. ദി ആൽക്കമിസ്റ്റ് എന്ന നോവൽ ഏതു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഉത്തരം പോർച്ചുഗീസ്. പൗലോ കൊയ്ലോ ആണ് ഇതിന്റെ രചയിതാവ്. ദ സുപ്രീം ഗിഫ്റ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഉത്തരം പൗലോ കൊയ്ലോ. ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത്. ഉത്തരം ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ നിലവിൽ വന്നത്. ഉത്തരം കൊൽക്കത്ത. ഈ വർഷത്തെ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനം നേടിയത്. ഉത്തരം ബ്രസീൽ. ഈ വർഷത്തെ വേൾഡ് പാരാ അത്ലറ്റിക് വേദി ഏതായിരുന്നു? ഉത്തരം ന്യൂഡൽഹി. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ആരുടെ നോവലാണ്? ഉത്തരം കിരൺ ദേശായി. രസതന്ത്രം, ഭൗതികശാസ്ത്രം എന്നിവയ്ക്ക് നോബൽ പ്രൈസ് നൽകുന്നത്. ഉത്തരം റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ദീപിക പദുകോൺ. 2025 സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം. ഉത്തരം തങ്കു എന്ന മുയൽ. 2025 സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ. ഉത്തരം സഞ്ജു സാംസൺ. ഉത്തർപ്രദേശിലെ ഏതു പട്ടണത്തിന്റെ പേരാണ് പരശുറാം പൂരി എന്നാക്കിയത്? ഉത്തരം ജലാലാബാദ്. ഹിഗ്വിറ്റ എന്ന കൃതിയുടെ കർത്താവ്. ഉത്തരം NS മാധവൻ. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് NS മാധവൻ എഴുതിയ കൃതി. ഉത്തരം വൻമരങ്ങൾ വീഴുമ്പോൾ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത രാജ്യം. ഉത്തരം എത്യോപ്യ. 2024-25 എന്നീ വർഷങ്ങളിലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നേടിയത്. ഉത്തരം മുംബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.